ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ടേക്ക്. ഇന്നത്തെ എല്ലാവരുടെയും വിശേഷങ്ങൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. മെറ്റീരിയൽസും അതുപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ മേക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഈ ചെയിൻ. കുറേ പേരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നു. മാഷാഅല്ലാഹ്, ഒത്തിരി സന്തോഷം. അപ്പോൾ ഇന്നത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് വലിയ മാലയുടെ കുഞ്ഞു മാലയുടെ ഭയങ്കര ഇഷ്ടമാണ്. ഡ്രസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്രയുള്ള മാലകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഫേസിനൊരു ഭംഗി ഉണ്ടാവും. അതായത് ഇതിൻ്റെ ഭംഗി നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പം ഇങ്ങനെ കിടക്കുന്ന ഒരു മാലയെക്കാട്ടിയും കുറച്ച് ഇത്രയുള്ളൊരു മാലയും കൂടിയാണെങ്കിൽ അടിപൊളിയല്ലേ. അപ്പോൾ അതുപോലൊരു ചെയിൻ നമുക്ക് ചെയ്തെടുക്കാം. ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മാല ഒന്ന് ആദ്യമേ കാണിച്ചു തരാവേ. അപ്പോൾ അത് ഇതാണ് നമ്മുടെ ചെയിൻ. ഇത് പെട്ടെന്ന് വെളുക്കുന്നത് അല്ല ചെയിൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് കിട്ടും. പ്ലസ് എനിക്കിങ്ങനെ ലവിൻ്റെ ഒരു ചുട്ടി വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിന്ന് മേക്ക് ചെയ്തേക്കുന്നത്. ഈ ഒരു ചുട്ടിയാണ് എങ്ങനെ മേക്ക് ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഈ മാല ഒന്ന് ഇട്ട് നോക്കിയാലോ. എങ്ങനെയുണ്ട് സംഭവം എന്ന് പറയൂട്ടോ നിങ്ങൾ. അപ്പോൾ ദേ നമ്മുടെ ലവിൻ്റെ ചുട്ടിയുള്ള മാല ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. രസമുണ്ടോ ഭംഗിയുണ്ടോ എന്നൊക്കെ പറയേ. ഇതപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഓടിപ്പോയിട്ട് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ ഇതേപോലെ കുറച്ച് ചെയിൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര ഇറക്കമാണോ മാലയ്ക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയിൻ കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഇത് ഇതേപോലെ ഇവിടെ കൊളുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈപ്പ് കൊളുത്താണ് ഞാൻ എൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ കേട്ടോ. ചെയിൻ ആണെങ്കിലും റിങ്, അതുപോലെ തന്നെ നമ്മുടെ ഇയർ റിങ്സ് മേക്ക് ചെയ്യുന്ന സാധനങ്ങൾ, ബീഡ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, പ്ലസ് നമ്മുടെ ഹെയർ ആക്സസറീസിൻ്റെ സാധനങ്ങളും. ഓക്കെ, അപ്പോൾ അത് ഇതേപോലെ ഞാനൊന്ന് കൊളുത്തിട്ട് കൊടുക്കുകയാണ്. ഇതേ കണക്ക് തന്നെ നമുക്ക് കൊളുത്തും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞ് ഇതാണ് ഓരോ ആ ചെയിൻ ഭയങ്കര അടിഞ്ഞിട്ടുള്ള ചെയിനാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതേപോലെ പ്ലെയർ യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് എല്ലാം ഇറക്കി കൊടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഈസി ആയിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് സെൻറ്റർ ഭാഗത്തായിട്ടും ഒരു കൊളുത്ത് പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ഒരു വളയമില്ലേ, ആ ഒരു സാധനം ഒന്ന് ഇട്ട് കൊടുക്കാം. കാരണം നമ്മുടെ ലവ് ചുട്ടി ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏതാണ്ട് നമ്മുടെ ചെയിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കൊളുത്തും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലവ് ആണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ലവ് ഷേപ്പ് വരച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ഭംഗിയാക്കിയിട്ട് വരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാക്കിയിട്ട് വരയ്ക്കുക. ഞാനിവിടെ ഒരു കുഞ്ഞ് ലവ് ഷേപ്പ് ചുമ്മാ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടും ഇല്ല കേട്ടോ. ഒരു സൈഡ് വലുതും ഒരു സൈഡ് ചെറുതും ഒക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാലും നമുക്ക് സഹിക്കാം, കുഴപ്പമില്ലല്ലേ. ആ ഒരു രീതിയിലേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് OHP ഷീറ്റ് വെച്ച് കൊടുക്കാം. എപ്പോഴും OMR ഷീറ്റാണ് കേട്ടോ വരുന്നത്. OHP ഷീറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ലവിൻ്റെ ഷേപ്പിന് നമുക്കൊന്ന് ഗ്ലൂ തേച്ച് കൊടുക്കാം. B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. കുറച്ചധികം നന്നായിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപയോഗിച്ച് എൻ്റെ ഗ്ലൂവിൻ്റെ അവസ്ഥ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി കഷ്ടപ്പാടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ബലം കൊടുത്ത് തന്നെ ഇത് ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ലവിൻ്റെ ഷേപ്പ് ബോർഡർ ലൈൻ വരച്ചെടുക്കുക. എന്നിട്ട് മൊത്തത്തിലൊന്ന് ഗ്ലൂ ആക്കി കൊടുക്കുക കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ ബീഡ്സ് അച്ചലം പുച്ചലം ഇതിൻ്റെ അകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. ഭയങ്കര ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. നിറച്ച് ഗ്ലൂ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വലിയ പരിപാടിയൊന്നുമില്ല. ഇതേപോലെ ഞാൻ മൊത്തത്തിലൊന്ന് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഇഷ്ടമുള്ള കളർ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഗോൾഡൻ കുഞ്ഞ് ബീഡ്സ്, അതായത് 0 ബീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ വാരി വിതറി കൊടുക്കുക. എന്നിട്ട് ആ പശയുള്ള ഭാഗത്ത് മാത്രമായിട്ട് അപ്പോൾ നമുക്ക് ബീഡ്സ് ഒട്ടി കിട്ടും. ഭയങ്കര ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്ത് കറക്റ്റ് ചെയ്തൊക്കെ നമുക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതേപോലെ ഇങ്ങനെ വാരി വിതറി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് ബീഡ്സാണ്, അത്യാവശ്യം വിലയുള്ള ടൈപ്പ് ബീഡ്സും ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ വെളുത്ത് പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേ കണക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഇതൊന്ന് തട്ടി ഇതേപോലെയൊക്കെ ഒന്നാക്കി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂൾ വെച്ചിട്ടോ ഒക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ആ ലവിൻ്റെ ഷേപ്പിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ.
ഓക്കെ, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇതിൽ നിന്നും കുറച്ചും കൂടി വലിയ ബീഡ്സ് വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ കൈ ചെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ പേര് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ നീങ്ങി പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുകളിലങ്ങാണ് സെല്ലോ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് ചെയ്താൽ ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗം കൂടി ഒന്ന് നമുക്ക് ബീഡ്സ് വെച്ചിട്ട് ആ ഒരു ഷേപ്പ് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതുവരെ എത്തിയിട്ടുണ്ട്. എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ എനിക്ക് തോന്നിയിട്ട് ഞാൻ കുറച്ച് ഭാഗത്തും കൂടി ബീഡ്സ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. എന്നാലാണ് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് കിട്ടാം. അപ്പോൾ ഇവിടെയും കൂടെ നമുക്ക് അത്യാവശ്യം ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ആ ഒരു ഭാഗവും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒന്നിന് മുകളിൽ ഒരു മുത്ത് അങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല കേട്ടോ. എല്ലാം ഒന്ന് നമുക്കങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആ ഒരേ അളവിൽ ലെവലിൽ കിട്ടും കേട്ടോ. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് കൂടുതൽ ചെറിയ ഗ്യാപ്പൊക്കെ വരും കേട്ടോ. എന്നാലും ഒരുപാട് ഗ്യാപ്പ് അറിയാത്ത രീതിയിൽ ഒട്ടിച്ചെടുക്കണേ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒട്ടിച്ച് വിറക്കി എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഭയങ്കര ഈസി അല്ലേ? പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ വരച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ച് കൊടുത്താലും മതി. ഇനി നമുക്കിത് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആവേശം കാണിക്കരുത്. കട്ട് ചെയ്യാൻ കുറച്ച് ടൈം കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് ഉടനെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ B7000 ഗ്ലൂവിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, പെട്ടെന്ന് ഇളകിപ്പോകും കേട്ടോ. അതായത് അത്ര പെട്ടെന്ന് അങ്ങോട്ട് ഒട്ടി കിട്ടത്തില്ല, ഇച്ചിരി ടൈം കൊടുക്കണം. അപ്പോൾ വെട്ടിയെടുക്കുന്ന സമയത്ത് മുകൾ ഭാഗത്ത് നമ്മളൊരു കുറച്ച് സ്പേസ് ബാലൻസ് വെച്ചിട്ട് വേണം വെട്ടിക്കളയാനായിട്ട്. മൊത്തത്തിൽ അങ്ങ് വെട്ടിക്കളയരുത്. കാരണം നമുക്ക് ആ ഒരു ചെയിനുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് സ്പേസ് വെച്ചേക്കണം കേട്ടോ. ഞാനിതിൽ കാണിക്കുന്ന പോലെ ഒരു കുട്ടി സ്പേസ്. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഭംഗിയിൽ അത് കാണാൻ പറ്റുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഒരു കോൺ പോലെ ആ ലവിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഞാനിങ്ങനെ റൗണ്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നീറ്റായിട്ട് ഒരു ശകലം പോലും കാണാത്ത രീതിയിൽ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്ത് ഒഴിവാക്കുക. പിന്നെ ഇത് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ ഇരുന്നാലും വലിയ പ്രോബ്ലം വരത്തില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തൊരു കുട്ടി ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ ഒരു സംഭവം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കണക്ട് ചെയ്യുന്നതില്ലേ ആ ഒരു റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാലയിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഇങ്ങനെ കൊളുത്തി കൊടുക്കുക കേട്ടോ. 2 കൊളുത്തുകൾ ഇട്ടിട്ട് ചെയ്യുമ്പോഴാണ് അത് കറക്റ്റായിട്ട് കിട്ടുക. അല്ലെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോകും കേട്ടോ. അതുകൊണ്ടാണ് ആദ്യമേ മാലയിൽ നമ്മളൊരു കൊളുത്തിട്ട് കൊടുത്തത്. എന്നിട്ട് ഇതും കൂടി ഇട്ടിട്ട് അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുത്ത ഒരു വർക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ മേക്ക് ചെയ്ത് സ്വന്തമായിട്ട് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ സെയിൽ ചെയ്യുകയോ ഒക്കെ ചെയ്യുക കേട്ടോ. അടിപൊളിയല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.